വെൽക്കം ടു മൈ ചാനൽ അനുരാധ ജലീഷ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയറും കൊണ്ടൊരു കറിയാണ്. അപ്പോൾ നമുക്ക് നോക്കി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാമല്ലോ, ചെറുപയർ മൂങ്കെന്നും പറയും, ഹോൾ മൂങ്ക്. ഇത് പരിപ്പല്ല, ഇത് ഫുള്ളായിട്ടുള്ള ചെറുപയറാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾക്കിത് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ടിയ സാധനങ്ങളാണ് ഒരു സവാള, ഒരു തക്കാളി വലുതാണെങ്കിലും കുഴപ്പമില്ല, ഈ തക്കാളി ചെറുതായിപ്പോയി. പിന്നെ കരിവേപ്പില, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി. നമ്മൾക്കൊരു കുക്കർ എടുക്കുക, കുക്കർ വേണം ഇത് വേവിക്കാൻ. എന്നിട്ട് നമ്മൾ ചെറുപയർ അങ്ങോട്ട് കഴുകിയിടുക. എന്നിട്ട് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. വെള്ളം കുറഞ്ഞു പോകരുത്, ഒരുപാട് കൂടുകയും ചെയ്യരുത്. കുറഞ്ഞു പോയാൽ പരിപ്പ് അടിക്കു പിടിക്കും ചെറുപയർ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. എന്നിട്ട് കുക്കർ നല്ലതുപോലെ അടയ്ക്കണം. എന്നിട്ട് വെയിറ്റ് ഇടണം. എന്നിട്ട് ഇനി ഒരു 5 വിസിൽ വരുന്ന കാര്യം, ഈ ചെറുപയർ നേരത്തെ ഞാൻ കുതിർത്തൊന്നും വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നേരത്തെ കുതിർത്ത് വെക്കുന്ന ചെറുപയറാണെങ്കിൽ 2-3 വിസിൽ കൊണ്ട് വേവും. തലേ ദിവസമേ വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം രാവിലെ വെക്കുകയാണെങ്കിൽ ഒരു 3 വിസിൽ മതി. ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ എടുത്ത് വെക്കുന്ന ചെറുപയറാണ്. അപ്പോൾ ഇതിനൊരു 5 വിസിൽ വേണം. ഒരു 5 വിസിൽ വന്ന ശേഷം നമുക്ക് ഈ കുക്കർ ഓഫ് ചെയ്യണം. എന്നിട്ട് കുക്കർ 5 വിസിൽ വന്ന് ഓഫ് ചെയ്ത ശേഷം തണുത്ത ശേഷമേ നമ്മൾക്ക് ബാക്കി കാര്യം ചെയ്യാൻ പറ്റൂ. ഇത് 5 വിസിൽ വന്നു, തണുത്തു. വെയിറ്റ് ഇതാ ഈസി ആയിട്ട് ഊരാൻ പറ്റി. ഇനി ഒന്ന് തുറന്ന് നോക്കാം. ദാടിക്കൊന്നും പിടിച്ചിട്ടില്ല, പക്ഷേ എക്സ്ട്രാ വെള്ളമൊന്നുമില്ല അതിൻ്റെ മുകളിൽ. അപ്പം നമ്മൾക്കത് കാരണം വെള്ളം ചേർക്കേണ്ടി വരും. നമ്മൾക്കൊരു നല്ല കട്ടിയുള്ള തവി എടുത്തിട്ട് ഈ ചെറുപയർ നല്ലതുപോലെ ഉടച്ചെടുക്കണം. അതായത് സുഖിയൻ്റെയൊക്കെ പരുവാണ് ഉണ്ടല്ലേ. ഇതും കൊണ്ട് നല്ലപോലെ സുഖിയൻ ഉണ്ടാക്കാം. പിന്നെ നമ്മൾക്ക് ചെറുപയർ പുഴുങ്ങി കഴിക്കില്ലേ, തേങ്ങയിട്ടും അരച്ച് ചേർത്തുമൊക്കെ, അതിനുമൊക്കെ നല്ല പരുവാണ്. പക്ഷെ നമ്മൾക്കിപ്പോൾ വേണ്ടിയത് ചപ്പാത്തിക്ക് കറിയാണ്. അതുകൊണ്ട് നമ്മൾ ഒരു നല്ല തവി എടുത്ത് നല്ല പോലെ ഇത് ഉടയ്ക്കുക. എന്നിട്ട് നല്ല പോലെ ഉടച്ചിട്ട് അവിടെ മാറ്റി വെക്കുക. നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത് ഒരു ഫ്രൈങ് പാൻ എടുത്തു, ഞാൻ സ്റ്റൗവിൽ വെച്ചു. അതിനകത്ത് ഒരു തവി വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു തവി വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല, മറ്റേ കടുകിട്ടു. കടുക് പൊട്ടിക്കഴിയുന്ന ഉടനെ നമ്മൾക്ക് മുളകും കരിവേപ്പിലയും ഒക്കെ അതിൻ്റെ കൂടെ ഇടണം. കുറച്ച് മുളകും കരിവേപ്പിലയും കൂടെ ഇട്ടു. അതിനുശേഷം ഞാൻ നിങ്ങളെ വെളുത്തുള്ളി കാണിച്ചിരുന്നല്ലോ, അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ടു. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വെളുത്തുള്ളിയുടെ ഒരു സ്മെല്ല് വരുന്ന സമയമാണ്. അപ്പോൾ ആ സ്മെല്ല് വരുന്ന സമയത്ത് വേണം നമ്മൾക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള അങ്ങോട്ട് ഇടുക. സവാള അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി ചെറുതായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ആ സവാളയുടെ കളറ് മാറുന്നിടം വരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതാ ഇപ്പോൾ സവാളയുടെ കളറ് ചെറുതായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. ആ സമയത്ത് നമ്മൾക്ക് ആവശ്യമുള്ള മസാലകളൊക്കെ 1 by 1 ആയിട്ട് ഇടാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാൻ 2 പച്ചമുളക് ഓൾറെഡി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് കാരണം മുളക് പൊടി ഇടുമ്പോൾ സൂക്ഷിക്കുക. ഞാൻ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നത്. ഒരു ചെറിയ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇടുവാണ്. എന്നിട്ട് അത് വിട്ട ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഓരോ മസാല ഇട്ട് സെപ്പറേറ്റ് ഇളക്കുമ്പം അതിനൊരു പ്രത്യേകതയാണുള്ളത് ഒരുമിച്ചിടുന്നതിനേക്കാൾ. പിന്നെ ഇപ്പോൾ തൽക്കാലം 1 ടീസ്പൂൺ സോൾട്ട് അങ്ങോട്ട് ഇടുവാണ്. ചിലരാണെങ്കിൽ ആദ്യം തന്നെ സവാള ഇട്ട് എളുപ്പം സവാള മൂക്കാൻ വേണ്ടി ആദ്യം തന്നെ സോൾട്ട് ഇടും. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് അവരവർ ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളി അങ്ങോട്ട് ഇടുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരു പേസ്റ്റ് പരുവത്തിലാക്കുന്നിടം വരെ നമ്മൾ ചെറിയ തീയിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഒരു പേസ്റ്റ് പരുവത്തിലാക്കണം. ഇതിപ്പോൾ ഏകദേശം ഒരു പേസ്റ്റ് പരുവത്തിലാക്കി ബാക്കി നമ്മൾ തവിയും കൊണ്ടൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു പേസ്റ്റ് ആകും. നമ്മുടെ ചെറുപയർ എത്രയാണ്. അപ്പോൾ ചെറുപയറിലൊട്ടും വെള്ളമില്ലാത്തത് കാരണം നമ്മൾക്ക് ആവശ്യമുള്ള വെള്ളം ഇപ്പം നമ്മുടെ മസാലയ്ക്കകത്ത് ഒഴിച്ചിട്ട് അത് തിളപ്പിക്കണം.
തിളപ്പിച്ച ശേഷമേ നമ്മൾ ചെറുപയർ ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നല്ലതായിട്ട് വരില്ല. നമ്മൾക്കിനി വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെക്കാം, അതുവരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളം നല്ലതുപോലെ വെട്ടി തിളയ്ക്കാൻ തുടങ്ങി. ഈ സമയത്ത് നമ്മുടെ ചെറുപയർ അങ്ങോട്ട് കോരിയിടുക. ഓരോ തവി വീതം നല്ലതുപോലെ അങ്ങോട്ട് കോരിയിട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക, എന്നാലേ മസാലയൊക്കെ അതേ പിടിക്കുകയുള്ളൂ. നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഇതും നല്ലതുപോലെ തിളയ്ക്കാൻ വെക്കുക, ബോയിൽ ചെയ്യാൻ വേണ്ടി വയ്ക്കുക. ഇപ്പം നല്ലതുപോലെ ബോയിൽ ചെയ്തിട്ടുണ്ട്. ബോയിൽ ചെയ്യുന്ന സമയത്ത് നമ്മളിത് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം, എന്നാലേ മസാലയൊക്കെ ചെറുപയറെ പിടിക്കുകയുള്ളൂ. അപ്പം അത് വേണമെങ്കിൽ നമ്മൾക്ക് ചെറിയ തീയിൽ ഓപ്പണായിട്ട് വെച്ച് കുക്ക് ചെയ്യാം. അതല്ല കുറച്ചും കൂടെ സൗകര്യമായിട്ട് നമ്മൾക്ക് വേണമെങ്കിൽ അടച്ച് വെച്ചും 5 മിനിറ്റ് കുക്ക് ചെയ്യാം. നമുക്കൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചൊരു 5 മിനിറ്റ് അവിടെ കുക്കാകട്ടെ. എന്നിട്ട് നമ്മൾക്ക് തുറന്ന് നോക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നല്ലതുപോലെ ഇളക്കിയ ശേഷം നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. എൻ്റെ ഈ കറിക്ക് ആവശ്യത്തിന് ഉപ്പുണ്ട്. നല്ല അടിപൊളി സൂപ്പർ ചെറുപയർ കറിയാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇത് പൂരിയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പുട്ട്, ഓരോ നാട്ടിലെ ഇതാണ് പുട്ടിന് കറിയായിട്ട് ഉപയോഗിക്കുന്നത്. പുട്ടിന്, ഇടിയപ്പം ഒക്കെ കൂട്ടുകറിയായിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ ബ്രെഡ് ചൂടാക്കിയിട്ട് ജാമും ബട്ടറും ഒന്നും ഇഷ്ടമല്ലാത്തവർക്ക് ബ്രെഡിൻ്റെ കൂടെയും ഇത് കഴിക്കാം. ചോറിനകത്തും ഇത് ഒഴിച്ച് കഴിക്കാം. നമ്മൾക്കിനി ഇതൊരു ബൗളിനകത്തോട്ട് മാറ്റാം. അത് ആവി പറക്കുന്ന ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ചൊരു ബൗളിനകത്തോട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാൻ ഇത് ചപ്പാത്തിയുടെ കൂടെയാണ് ഇന്ന് കഴിക്കാൻ പോകുന്നത്. എന്ന് കരുതി നിങ്ങൾക്കും ചപ്പാത്തിയുടെ കൂടെ തന്നെ കഴിക്കണമെന്നില്ല. ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും താങ്ക് യു, ബൈ. See you next time with one another video. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ആ സബ്സ്ക്രൈബ് എന്നുള്ളതിൻ്റെ തൊട്ട് താഴെ ഒരു ബെല്ലിൻ്റെ ഒരു സിമ്പൽ വരും. അപ്പോൾ അവിടെ പ്രസ് ചെയ്യുമ്പോൾ താഴെ 2-3 ഓപ്ഷൻസ് വരും. അതാണ് നോട്ടിഫിക്കേഷന് വേണ്ടിയുള്ളതാണ് ആ ബെല്ലൈക്കൺ. അപ്പോൾ അതിൻ്റെ താഴെ 2-3 സിമ്പൽ വരുമ്പോൾ നിങ്ങൾ ഓൾ എന്നുള്ളത് പ്രസ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഞാൻ ഓരോ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും, അത് കാണാൻ പറ്റും. ഇപ്പം ചിലരിപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ വീഡിയോ ഒന്നും ഇടുന്നില്ല. ഞാൻ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട്, ഇപ്പോൾ കാണുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സബ്സ്ക്രൈബിൻ്റെ താഴെ ബെൽ സിമ്പൽ പ്രസ് ചെയ്യുമ്പോൾ 2-3 ഓപ്ഷൻ വരും. അപ്പോൾ മുകളിലുള്ള ഓള് പ്രസ് ചെയ്യുമ്പോൾ ഈ ബെല്ലെന്നുള്ള ഐക്കണ് ബ്ലാക്ക് കളറാകും. അപ്പോൾ ആ ബ്ലാക്ക് കളറാകുമ്പം ഏത് വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. Okay.